ഭിലാഷ് വർക്ക് ചെയ്തോ? നിനക്ക് ഇന്നും സ്കൂളില്ലായിരുന്നല്ലോ. നോമി ആ, എന്നിട്ട് അബാക്കസിലെ വർക്ക് ചെയ്തോ? ഇത് മൈക്ക് ഓഫ് ചെയ്തിട്ട് എന്റെ ആൻസർ പറഞ്ഞേ. ചെയ്തിട്ടില്ല. ഇന്ന് ലീവ് അല്ലായിരുന്നു നിനക്ക്? ഞാൻ ഇന്ന് അവധി കണ്ടപ്പോ ഞാൻ ഓർത്തു നിന്നു. ഇന്ന് അവധിയായിട്ട് നീ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് വർക്ക് ചെയ്തോ ബാക്കി. ഉം. എന്ത് എന്ത് പരിപാടിയാ? ഒരു ദിവസം അവധിയൊക്കെ കിട്ടുമ്പോ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ഇന്ന് മഴ നോക്കി നിന്ന് അങ്ങോട്ട് തീർത്തോ രാവിലെ മുതല്? മഴ പെയ്തിട്ടില്ല. ഇന്ന് പിന്നെ എന്ത് ചെയ്തു ഇന്നത്തെ ദിവസം? ഉം. വിശേഷത്തില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയില്ലേ? വെറുതെ സമയം കളി. ഞാൻ ഇന്നലെ എന്നോട് അത്രയും പറഞ്ഞാണ് നീ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം, മൺഡേ ആകുമ്പത്തേ നിനക്കാണ് കുറച്ചുകൂടെ ഉള്ളത്. ഇന്ന് നല്ലപോലെ ഇരുന്ന് ചെയ്താൽ പോരായിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് എടുക്ക്. ഓക്കെ. ബി ബുക്ക് എവിടെ വരെ ചെയ്തു നൈറ? സെവൻത്ത് പേജ് വരെ ചെയ്തു, പിന്നെ 11ഉം 12ഉം ചെയ്തു. ബാക്കിയൊക്കെ ആര് ചെയ്യും? ചെയ്യണം. എത്ര ദിവസം ലീവായിരുന്നു? പക്ഷെ ഞങ്ങൾക്ക് അന്നൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ 8:30 മുതൽ 2:30 വരെ ഉണ്ട്. ബാക്കിയോ? ബാക്കി അത് കഴിഞ്ഞിട്ട് കരാട്ടെ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നടന്നുണ്ട്. അബാക്കസ് മാത്രമേ ചെയ്യാത്തേ ഉള്ളൂ അല്ലേ? സമയം കിട്ടണ്ട്. അതാ സമയം കിട്ടാത്തോണ്ടൊന്നുമല്ല. സ്കൂളിൽ ഒരു വർക്കും പെൻഡിങ് കിട്ടില്ലല്ലോ. ഇല്ല. ആ, അപ്പൊ ഇതിനുള്ള പണിഷ്മെന്റ് ഞാൻ തരും. ബി ബുക്ക് എടുത്ത വേഗം. ബി ബുക്ക് ചെയ്യുന്നു മിഥിലാജും നയറ കേട്ടോ. ബി ബുക്കും കൂടെ ഈക്വൽ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് പോകേണ്ടതാണ്. മിഥിലാജിന് ഇന്ന് ചാട്ടവാറുകൊണ്ട് അടി കൊടുക്കണ്ടേ? ഇന്നത്തേക്ക് അവൻ ആകെ ഈ വീക്കിൽ ഒരു ദിവസം സ്കൂളിൽ പോയി. ഒരാഴ്ച ഇരുന്ന് സ്കൂൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നീ അതും ചെയ്തില്ല ഇതും ചെയ്തില്ല. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഇല്ല. പഠിപ്പിച്ച് പടുത്തം. വേഗം സ്റ്റാർട്ട് ചെയ്യ്. അപ്പൊ പെൻഡിങ് വിടല്ലേ കേട്ടോ നൈറ. പിന്നെ 8, 9, 10 ചെയ്യാനില്ലേ? അത് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വാട്ടോ. ഓക്കെ സർ. എത്ര പേജ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുക. കാരണം നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് 3-4 പേജ് നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റൂല ഒരു മണിക്കൂറിൽ. അപ്പൊ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് ചെയ്ത് പോകണം. 7:45 ഡിക്റ്റേഷൻ. അത്രയും സമയത്തേ ഉള്ളൂ വർക്ക് ചെയ്യാട്ടോ. വേഗം സ്റ്റാർട്ട് ചെയ്തോ. നയറ കിട്ടുന്ന സമയത്ത് ഒരു നല്ലോണം വർക്ക് ചെയ്യണേ. എസാ, യെസ് മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മാം, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഏത് ഇപ്പൊ എടുത്ത് സ്റ്റാർട്ട് ചെയ്തോ? ഇന്നലത്തെ വർക്കൊക്കെ ചെയ്തോ ഞാൻ അയച്ചു തന്നെ? ഇന്നലെ വേണം കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ ഫുള്ള് ചെയ്തില്ലായിരുന്നു. എന്നാ ഇന്ന് അത് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തേ. ഇപ്പൊ ഉം ഞാൻ ബുക്ക് എടുത്തിട്ടാണ്.
ചെമ്മിലിട്ടിട്ട് പച്ചമുളക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. മിഥിലാജയം, നീ ഇനിയും കംപ്ലീറ്റ് ആയില്ലേ നിന്റെ ഫോർമുല? അല്ല അത് ടേബിള്. വേഗം വേഗം ചെയ്യ്. മെസ്സേയുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാ പറയണേ.
എന്താ നയറ, ഡൗട്ട് ഉണ്ടോ? ടേബിൾ ആലോചിച്ചതാ. ആ രാജൻ അങ്ങോട്ട് വേഗം ചെയ്യുന്നില്ലല്ലോ. മാം, ആ സബ്ട്രാക്ഷനും അഡീഷനിലും ഒരു റോ കഴിഞ്ഞു. ഉം. പിന്നെ മൾട്ടിപ്ലിക്കേഷനില് ഒരു റോ കഴിഞ്ഞു. രണ്ട് ഓക്കെ. റോ ആ കഴിഞ്ഞിട്ടുള്ളൂ. അഡീഷൻ സബ്ട്രാക്ഷൻ അല്ലാത്ത ഇനിയില്ലേ, മൂന്ന് മൂന്ന് റോ കൂടെ ബാലൻസ് ഇല്ലേ? അതിന് 3 റോ കൂടി ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യും മാഡം. ഇൻട്രസ്റ്റ് ഉള്ളത് അവിടെ വേണ്ടി ചെയ്തേക്കുക. ആ അഡീഷൻ സബ്ട്രാക്ഷൻ വിത്തൗട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫസ്റ്റ് ഞാൻ വിത്തൗട്ട് ചെയ്ത് നോക്കി മാഡം. അപ്പൊ 4 ഡിജിറ്റ് വരുന്നോണ്ട് ഉം. ഫുള്ള് മിസ്റ്റേക്ക് ആയി. ആ അതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ. 7 7 9 7 7 which is on 5 1 2 3 no 3 5 6 6 3 5 3 3 plus കൺഫ്യൂഷൻ ഉണ്ടല്ലോ. മൈക്ക് ഓഫ് ചെയ്യേ. എല്ലാരും വലിയ വലിയ ക്വസ്റ്റ്യൻസ് അല്ലേ ചെയ്യുന്നത്, അപ്പൊ ആർക്കും ഡിസ്റ്റർബ് ആവണ്ടെന്ന് കരുതിയിട്ടാ. സോറി മാഡം. എയ്ത്ത് പേജ് ഫിനിഷ്. ഓക്കെ, നയൻത്ത് ചെയ്യേ. കണ്ടോ, എത്ര സമയം മതിയായിരുന്നു, 20 മിനിറ്റ് മാക്സിമം. പണ്ട് ഏതോ ഒരു ലെവൽ ഇതേപോലെ ഇരുന്ന് കുറ്റിപ്പിടിച്ച് എഴുതി തീർത്തതാണ്. ബി ബുക്ക് ചെയ്യാനായിട്ട് ഓർമ്മയുണ്ടോ? ആ അതുപോലെ ആവണ്ട. എന്തോ തോന്നണേ. സിക്സ്തോ ഫിഫ്തോ. തേർഡോ ഫോർത്തോ കണ്ട ആ ഒരു സമയത്താ. ആ അതന്നെ മിഡിലായപ്പോ. ഉം. നേരെ എവിടെ പോയി? ലാപ്ടോപ്പ് ഓഫ് ആയതാ. ആ പക്ഷെ ഇത് ഐഫോൺ ആണല്ലോ കാണിക്കുന്നത്.
ഇത് എന്റെ ഉമ്മയുടെ ആ ഫോണിൽ നിന്ന് ഇനി ഫോണ് കേറിയാവുള്ളൂ. ശരി. ചാർജൊക്കെ ചെയ്ത് വെക്കണ്ടേ? പകുതിയോളം ചാർജ് ഉണ്ടായി. ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വെച്ചതാ. പിന്നെ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോയി. ഇത് കുറെ നാളായിട്ട് ഉപയോഗിക്കലുണ്ടായില്ല ലാപ്ടോപ്പ്. എന്തോ ഒന്നില് മറ്റേ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ. പിന്നെ ആ മറ്റേ ഇപ്പോഴെടുക്കാം. കൊറോണ ടൈമിലല്ലേ? അതാണ് ഉപയോഗിക്കായിട്ട് കഴിഞ്ഞാൽ വേഗം ചീത്തയാവും. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. മെസ്സ തെറ്റിക്കാതെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പൊ മദ്രസയൊക്കെ ഉണ്ടോടാ? നാളെ മദ്രസയൊക്കെ ഉണ്ടോ? അറിയില്ല. ഞങ്ങൾക്കൊക്കെ ഇവിടെ അവധിയാണ്. ചിലപ്പോ അവധി പറഞ്ഞാ ഉണ്ടാവൂലായിരിക്കും. എനിക്കിന്ന് മഴയില്ലല്ലോ. അതിന് മഴ കുറവല്ലേ? മഴ ഞങ്ങക്ക് ഒരു 5 ഒരാഴ്ച മിനിറ്റ് കഴിയുമ്പോ പെയ്താൽ മതി, അപ്പൊ തന്നെ അവധി പറഞ്ഞോളൂ. നിങ്ങളെ കളക്ടർ നല്ല കളക്ടറായിട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ ഇരിക്കണ്ടേ. ഇവിടെ ഇരുന്ന ഓൺലൈൻ ക്ലാസ് എന്തിനാ വെറുതെ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ ക്യാമ്പുള്ള സ്കൂളുകൾക്ക് മാത്രം അവധി എന്ന് പറഞ്ഞു. പിന്നെ രാത്രി 9:45 പെട്ടെന്ന് കളക്ടർക്ക് എന്തോ ഒരു പ്രശ്നമായി തോന്നുന്നു. എനിക്ക് അവധിയാണ്. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഞങ്ങളുടെ കളക്ടർക്ക് സ്നേഹം തോന്നിയത്. വെളുപ്പിന് എണീച്ചപ്പോ എന്താ ആ അവധിയാണ്. ശരിയാ. ഇന്ന് ഞാൻ അതേപോലെ വിചാരിച്ചു അല്ല എന്തൊക്കെയോ അവധി ഉണ്ട്. ഇന്ന് നേരാക്ക് ഓൾറെഡി ക്ലാസ് ഇല്ലായിരുന്നു. ഇവർക്ക് ഇന്ന് സർഗോത്സവം യൂത്ത് ഫെസ്റ്റിവലായിരുന്നു. അപ്പൊ ആ നേരെ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. ഉച്ചക്കായിരുന്നു അതിന്റെ ടൈം അവിടെ കൊടുത്തിരുന്ന 12:40 തുടങ്ങി 2 മണി വരെ. അപ്പൊ അതിന് അത് ശരി. പോകാൻ വേണ്ടി ഞങ്ങള് അങ്ങനെയുള്ള ഇതിലാണ് നിന്നിരുന്നത്. അപ്പൊ നോക്കുമ്പോ എന്താ രാവിലെ തന്നെ മെസ്സേജ് വന്നേക്കണ്, ഓൺലൈൻ ക്ലാസ് ആണ് ഇന്ന് സർഗോത്സവ് പോസ്റ്റ്പോണ്ട് ചെയ്ത് മാറ്റി വെച്ച്. ഓൺലൈൻ ക്ലാസ് കേൾക്കണോന്ന് പറഞ്ഞു. ശരിക്കും ഈ ആഴ്ച തീരെ സ്കൂളിൽ പോയിട്ടേ എല്ലാരും. ഇവർക്ക് പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇവരോട് ആ പറഞ്ഞിട്ടുണ്ട് എന്ന് അവധി വരുന്നോ അന്ന് ക്ലാസ്സിൽ കയറിക്കോ. അന്ന് ഓൺലൈൻ. ഇവിടെ തീരെ ഓൺലൈൻ നടന്നില്ല. ഇവിടെ സ്കൂളൊന്നും ഓൺലൈൻ നടന്നില്ല. ഈ 3 ദിവസം ലീവ്, 2 ദിവസം വർക്കിംഗ് ആയിരുന്നു. ഇന്നലെ പക്ഷെ അതിനെ മാത്രമല്ല ഇന്നലെ ഇഷ്ടം പോലെ മാത്രമല്ല വർക്ക് തരുന്നുണ്ട്. ഇന്നലെ മാത്രമല്ല ക്ലാസ് ഉണ്ടായിരുന്നു മക്കൾക്ക്. ആ ശരിയാ. നമുക്ക് ഇന്ന് നല്ല മഴ. അപ്പൊ അത് കാരണം നാളെ നാളെ കിട്ടിയൊരു കാര്യമൊന്നുമില്ല. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഈ മദ്രസ ട്യൂഷൻ അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ലീവാണല്ലോ. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അവധി വന്നില്ല അല്ലെ? ഇല്ല മാം. പഠിച്ച് വലുതാവട്ടെ കുട്ടികളെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കളക്ടർ. കളക്ടർ തീരുമാനിച്ചതല്ല, മഴയില്ലാത്തോണ്ടാ? പ്രിൻസിപ്പള്. സ്കൂള് ക്ലാസ് ഉണ്ടോ? ആ ഓ സെക്കൻഡ് സാറ്റർഡേയും ക്ലാസ് വെച്ചായിരിക്കും. ഒരുപാട് ലീവ് ആയതുകൊണ്ട് അല്ലേ? യെസ് മാം. ഈ ആഴ്ച നിങ്ങൾക്ക് ഇനി സൺഡേ മൺഡേ ട്യൂസ്ഡേ മാത്രം ലീവ് ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും ക്ലാസ്സാണ്. ആ. ലീവായാലും വെറുതെ ആടോ. പിന്നെ അതിന് എക്സ്ട്രാ എത്ര വർക്ക് നമ്മൾ ചെയ്തു തീർക്കില്ല. സ്കൂളിൽ ഇരിക്കുന്ന പോലെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ നമുക്ക് പറ്റൂല. കാരണം നമ്മൾ ഇതേപോലെ 1 മണിക്കൂർ 2 മണിക്കൂറിലല്ലോ എത്ര സബ്ജക്റ്റുകൾ കവർ ചെയ്ത് പോകണം.
ഞങ്ങക്ക് ഒരു സബ്ജക്റ്റ് 1 മണിക്കൂറാ. സാധാരണ 8 സബ്ജക്റ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷെ 40 മിനിറ്റ്സ് വെച്ച് ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇത് 6 സബ്ജക്റ്റ് എടുത്തിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് കണ്ണൊക്കെ അങ്ങോട്ട് ആ വേദനിക്കും. അതാണ് പ്രശ്നേ. എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. അതേപോലെ കറണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ കുറെ സാധ്യതകൾ ഇതിനകത്തില്ലേ. എല്ലാവർക്കും ഒരേപോലെ പറ്റില്ല. 6 മണിക്കൂറൊക്കെ വൈഫൈ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ക്ലാസ് ഒന്നും കയറി നടക്കില്ല. അതൊക്കെയാണ് പ്രശ്നം. അത് ശരിയാ. Finish. ഓക്കെ, ഒരു പേജ് ഇപ്പൊ ഫിനിഷായി. ആണോ അല്ലെ ഒരു റോ ആണോ? ഒരു പേജ് ഫിനിഷ് ആയി. എന്നാ അടുത്ത അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യേ. ഇരുന്ന് സമയം കളയല്ല മാഷെ, വേഗം വേഗം ചെയ്യേ. തലയാട്ടല് മാത്രമേ ഉള്ളൂ. ഇമ്പ്രൂവ്മെന്റ് ആയി തുടങ്ങി മിസ്സേ. ഏ ഇമ്പ്രൂവ്മെന്റ് ആയി തുടങ്ങി. ആ ഇന്നലെ ഒരു പേജ് ഇമ്പ്രൂവ്മെന്റ് ആയി. 1 മണിക്കൂർ. ഇന്ന് അതെ. ഒരു പേജ് ഉം. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യണോടാ. ഞാൻ ഡിക്റ്റേഷനും കൂടെ പറഞ്ഞു. ഡിക്റ്റേഷൻ കൂടെ ചെയ്താലേ എത്രയായി വരുള്ളൂ. ലീവ് ആവാതെ പോകട്ടോ നിങ്ങള് ഇപ്പൊ കണ്ടോ, ഇന്ന് 3 പേര്, ഇന്നലെ അതെ. എന്നും പകുതി പകുതി അറ്റൻഡൻസ് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഏതെങ്കിലും ചെയ്യാൻ ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഡിവിഷൻ കുറച്ചതുണ്ട്. ഡിവിഷൻ ഏതാ? 2 ഡിജിറ്റിന്റെ ആണോ കൺഫ്യൂഷൻ? 3 ഡിജിറ്റ്. 3 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ 2 ഡിജിറ്റ്. അതാ ഞാൻ ചോദിച്ചത്, അതല്ലേ ഡൗട്ട് ഉള്ളത്. യെസ് മാം. ഉം. പക്ഷെ ഈ ബുക്കിൽ ഡിവിഷൻ എന്ന് പറഞ്ഞ സാധനമേ ഇല്ലല്ലോ. ആഹാ. ഇല്ല, പക്ഷെ അതാ ചോദിച്ചത്. മിസ് 2 ഡിജിറ്റ് വെച്ച് എങ്ങനെ ഇത് ചെയ്യണേ മറന്നോയല്ല. ഞാൻ തരൂ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ആ ഞാനും മറന്നുപോയി എങ്ങനെ നീ ചെയ്യാന്ന് ഡിവിഷൻ. മറന്നത് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, എപ്പോഴും നിനക്ക് ഇതൊക്കെ തന്നെ. നിങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യാൻ തരും, നിങ്ങൾ ആരും ചെയ്യൂല. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ ഒക്കെ മറന്നെന്ന് പറഞ്ഞു തരും. ഇപ്പൊ 4 ക്വസ്റ്റ്യൻ തരുമ്പോ കാണാം നിങ്ങക്ക് ഏതൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഞാൻ പ്രവർത്തിക്കും ഇവിടുന്ന്.
എന്താ മനസ്സ ഒന്നില്ല മാം. വെറുതെ ഇരിക്കുന്ന പോലെ തോന്നിയാണ് നീ ഇങ്ങനെ ഇരിക്കുമ്പോ. പക്ഷെ 9th പേജ് കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പൊ കുറച്ച് ബെറ്റർ ആയല്ലോ. വേണോന്ന് വെച്ച് ചെയ്യും, വേണ്ടിട്ടാണ് മിസ്. അതാണ്. അടുത്ത പേജ് ചെയ്തോട്ടെ മിസ്സേ? ചെയ്യും. മാം അഡീഷൻ സബ്ട്രാക്ഷൻ ഫിനിഷായി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേ. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ഉണ്ട് കേട്ടോ. Main division is 3 digit by 1 digit വൺ to 4 ഡിജിറ്റ്. digit by 4 ആ digit അതെ by അതെ 1 അതെ. digit ഉള്ളൂ. അതേ ഉള്ളൂ. അതാണ് വിത്തൗട്ട് ചെയ്യാൻ പറഞ്ഞത്. 7 നോക്കിയിരിക്കാം. കിട്ടി പൊട്ടിയ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 16 20 questions.
ക്വിസ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻ തന്നാ വീട്ടിൽ നിന്ന് ചെയ്യുവോ? പിന്നീട് മൈ കോപ്പി ആരോടാ എല്ലാരടുത്തും ആണ്. വെറുതെ തന്നിട്ട് ചെയ്യുന്നില്ലേ പിന്നെ വെറുതെ തരണ്ടല്ലോ. ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അയക്കുള്ളൂ. അല്ലെങ്കിൽ കിട്ടിയിരുന്നു ആ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? മാഡം 3 ഡിജിറ്റ് ബൈ 1 ഡിജിറ്റ് ഡിവിഷന് കുറച്ച് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ മാം പറയൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഡിവിഷനില് 3 ഡിജിറ്റ് ബൈ 1 ഡിജിറ്റ് ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. 3 ഡിജിറ്റ് ബൈ 1 ഡിജിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് കുറച്ച് ഡിവിഷൻ. ആ മെല്ലെ മെല്ലെ ട്രൈ ചെയ്യേ. നിങ്ങൾ ഇത് ഒറ്റയടിക്ക് ട്രൈ ചെയ്യല പറ്റില്ല എന്ന് പറയരുത്.
എന്നുള്ള ഐഡിയിൽ ജോയിൻ ചെയ്ത ആളാരാ? നിങ്ങളുടെ തന്നെ ആരെല്ലാം ഐഡിയിലാണോ? ഏത് ക്ലാസ്സിന്റെ മോളെ? ഏത് ക്ലാസ്സിന്റെ? അവരുടെ ക്ലാസ് ടൈം ആയിട്ടില്ല മോളെ, 8 മണിക്കല്ലേ. ടൈം ആയിട്ടില്ല കേട്ടോ. ഓക്കെ. കഴിഞ്ഞോ നയറ? 9th പേജ് കഴിഞ്ഞോ? 10th പേജ് കഴിഞ്ഞു. ഇപ്പൊ 11th 12th കഴിഞ്ഞതല്ലേ? ആ, ഇനി 13 കൂടെ ചെയ്യും. ആ. മാഡം ആ, നീ ആകെ സിമ്പിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യനും വെച്ചാണ് ഇന്നത്തെ ദിവസം ഇരിക്കുന്നത്. ഏ കേട്ടോ എന്നോട് ആസ? മാഡം ആ, നിന്നോട് തന്നെ. അതല്ല മാഡം ഞാൻ ചെയ്തിരിക്കുന്നു, പക്ഷെ ഫുൾ കൺഫ്യൂഷൻ ആവും. അങ്ങോട്ട് ആ, ഒരു വേണ്ട, ക്വസ്റ്റ്യൻ നീ ഡിജിറ്റൽ അതിൽ ചെയ്തേ, വിത്ത് അബാക്കസ് ചെയ്യ്. വിത്തൗട്ട് ഞാൻ വിത്ത് കുറച്ച് ചെറുത് 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 ചെയ്തിട്ട് തരാം. വിത്ത് അബാക്കസ് തന്നെ ചെയ്യുന്നത്. ഇങ്ങോട്ട് എന്തൊക്കെയാ അവിടേക്ക് മിസ്റ്റേക്ക് വിത്ത് വരുന്നത്. അബാക്കസ് ചെയ്ത് നിനക്ക് കിട്ടുന്നില്ല, അടിയിനോട് കിട്ടൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ അത് പറഞ്ഞു ഇത് പറഞ്ഞു നന്നായി പറ്റൂലല്ലോ. മാഡം നമ്പർ ഇട്ടതോ അങ്ങനെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ ആ, ചെയ്തിരുന്നു എന്തോ. മാറ്റി ചെയ്യ്. വേറെ ഒരു വർക്കും തരില്ല, മാറ്റി ചെയ്യും. നിങ്ങൾ തീരെ ഇല്ല ടെക്സ്റ്റ്. എനിക്ക് ഒന്ന് ക്ലാസ് ഉള്ള ദിവസങ്ങൾ ഒന്ന് തുറക്കും, അന്ന് ക്ലോസ് ചെയ്താൽ പിന്നെ അടുത്ത ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് മിഥുലാജി, അത് എനക്കില്ലല്ലോ. സ്റ്റേഷൻ എപ്പളാ എന്താ? എക്സാം എടുക്കുന്നവരല്ല എപ്പളാ? അയ്യോടാ, എന്നാ പിന്നെ ഇത് ചെയ്യണ്ടല്ലോ അല്ലേ. ഞാൻ ചെയ്യും ഡിക്റ്റേഷൻ തരും. മിസ്സേ ഡിക്റ്റേഷൻ ഇടുന്ന പറയണ്ടായില്ലേ? ആ, ഉണ്ട്. ഒരു 3 മിനിറ്റും കൂടെ.
ഇനി റഫ് ബുക്ക് എടുത്തേ. എടുത്തോ, 10 വരെ നമ്പർ ഇട്ടോ. വിത്തൗട്ട് ആണ്. റെഡി? 35 add 38 add 74 minus 24 45 minus 91 86. Okay, second question. 51 minus 48 add 75 add 57 minus 25 minus 44 add 92. Third question. 64 65 minus 80 89 54 minus 40 25. Next is 39 74 minus 88 62 minus 53 58 43. Next is 49 75 35 minus 23 38 minus 64 add 65. Okay, 5 questions ആയില്ലേ? നേരെ ആൻസർ പറയാൻ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ബാക്കിയെല്ലാം പറഞ്ഞടാ. 168 163 158
കറക്റ്റ് 177, കറക്റ്റ് 251. 137. ആ ലാസ്റ്റ് വൺ 175. ബാക്കി എല്ലാവരുടെയും മാർക്ക് ഒന്ന് പറയാൻ. 5 out of 3. ഏ 3 out of 5. 3. ഉറങ്ങിപ്പോയി അതിന്റെ ഇടയ്ക്ക്. മാഡം 2 ഫ- 200. ഞാൻ കേട്ട 5 out of 3 അങ്ങനെ എന്താണ്ടല്ലോ ഇവള് പറഞ്ഞേ. മാഡം അത് ആകെ ഇങ്ങനെ 3 ഉറക്കത്തിൽ ശരിയാ. ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാ പറഞ്ഞേ. കണ്ടപ്പോ ശരിക്കും ഞാൻ വെച്ച് നീ ഉറങ്ങുവാന്ന്. മാഡം കണ്ണ് ചെറുതായിട്ടാ കാണുന്നത് അതാ. ആ ഉറക്കം വന്ന അങ്ങനെയാ, ചെറുതായിട്ടേ കാണും. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 99 into 8. മാഡം വിത്ത് അബാക്കസ് അല്ലേ? വിത്തൗട്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? കുറച്ചെടുത്തു. ക്വസ്റ്റ്യൻ 99 into 8. ഓക്കെ താങ്ക് യു. മൈക്ക് ഓഫ് ചെയ്യണേ. മാഡം 99 into 2 8 അല്ലേ? ആ അതെ. സെക്കൻഡ് 71 into 9. മാഡം സ്റ്റിക്ക് ആണല്ലോ. 71 into 9. നെക്സ്റ്റ് 84 into 8. നെക്സ്റ്റ് 37 into 4. Finish. Next 15 into 5. നെക്സ്റ്റ് 64 into 3. എഴുതി വെക്കരുതേ ക്വസ്റ്റ്യൻ. റൂള് കാണുന്ന രീതിയിൽ തന്നെ വെച്ച എല്ലാരും. മാഡം ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയോ? അവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ? കേക്ക് ഇവിടെ എന്താ പറയാ, അപ്പോത്തിന് മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോത്തിന് മാഡം ക്വസ്റ്റ്യൻ പറയട്ടാണ്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ചെയ്തടാ? 6 കംപ്ലീറ്റ് ആയില്ലേ? 10 question. 10th question. കേട്ടില്ല. ആ 10th ടോട്ടൽ അല്ലേ 10th പറയുന്നേ? ആ ഓക്കെ. അതെ. അതായത് മൾട്ടിപ്ലിക്കേഷനിൽ 5 ക്വസ്റ്റ്യൻസ് ആയി. ചെയ്തു മാഡം. മിസ് ഓക്കെ. ചെയ്യാൻ പറഞ്ഞായിരുന്നു. കേട്ടില്ല. മിസ് വിത്തൗട്ട് അല്ലേ ചെയ്യാൻ പറഞ്ഞായിരുന്നേ? അതെ. ഈ വിത്താണോ? വിത്തൗട്ട്. നിങ്ങളൊക്കെ ഉറങ്ങുന്നുണ്ടോ അതിന്റെ ഇടയ്ക്ക്? അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 64 into 3. ഓക്കെ. ഇത്ര ആൻസേഴ്സ് ആണ്. മനസ്സ് ആൻസർ എന്ന് പറഞ്ഞ അടുത്ത ബാച്ചിലെ കുട്ടികൾ കയറുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊന്ന് പറഞ്ഞു. 792 ഉം 72 നോ 639. 636 ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? ഞാൻ ആൻസേഴ്സ് പറയാം. 792, 639, 672, 148,
75. ഓക്കെ. ഇനി ഇതിലെ ബി ബുക്ക് ഈക്വൽ ആയിട്ട് വരണം. എ ബുക്കും ബി ബുക്കും ഈക്വൽ ആയിട്ട് വരണം. നമ്മൾ ഇന്നലെ പേജ് നമ്പർ 16 വരെയല്ലേ പറഞ്ഞേ, അല്ലെ 18 ആയിരുന്നോ? 16. 16 വരെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതായത് മൺഡേയിലേക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മാഡം. മിസ്സേ 12 ദിവസം പറഞ്ഞില്ലേ? 12 എണ്ണായപ്പോ നീയല്ലേ പറഞ്ഞു 10 പറഞ്ഞുള്ളൂന്ന്. നേരത്തെ 10 ആയിരുന്നു. ഇപ്പൊ ആ 12 യെസ്, 190 to 110. 6 എണ്ണം കറക്റ്റ് ആയി, ഒരെണ്ണം തെറ്റി. മൾട്ടിപ്ലിക്കേഷനിലാ? ഓക്കെ, 6 കറക്റ്റായി. ഫുൾ കറക്റ്റ്. എണ്ണം ഒരെണ്ണം തെറ്റി. ഒരെണ്ണം തെറ്റി. ഓക്കെ. ഒരെണ്ണം തെറ്റി. ഇതെങ്ങനെ ഇനി ഇങ്ങനെ ഒരെണ്ണം രണ്ടെണ്ണമായിട്ട് തെറ്റാൻ പാടില്ല കേട്ടോ. വെട്ടി കിട്ടേണ്ട സമയമായിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, ഒന്നുകൂടെ പറയാണ്, മൺഡേയിലേക്ക് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. പോയാ